ഹായ്. ഞാൻ ഇന്ന് എന്താണ് ഈ ബുക്കൊക്കെ ആയിട്ടെന്നല്ലേ, അതായത് ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു, ഞാൻ എവിടെയാണ് പഠിക്കുന്നത്, എന്തിനാ ഞാൻ പഠിക്കുന്നതെന്ന് വരെ ആൾക്കാർ വന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓർത്തു, കുറേ കുട്ടികൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹമുള്ള കുട്ടികളാണ് ഈ മെസ്സേജ് അയക്കുന്നത്. അപ്പം ഞാൻ കാരണം അവർക്കത് ഉപകാരപ്രദമാണെന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കോളേജിൻ്റെ അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ഓർത്തു, ഞാനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വേണ്ട എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് നോക്കി അങ്ങോട്ട് പറഞ്ഞാൽ മതി. കാര്യം ഡൗട്ട്സാണ് ആൾക്കാർ ചോദിക്കുന്നത്, അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വന്നത്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് കോളേജ്, എൻ്റെ കോളേജ് എവിടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ പഠിക്കുന്നത് ഗവൺമെൻറ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ. ഓക്കെ. പിന്നെ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 12 മാസമാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 9 മാസം ക്ലാസ്സും 3 മാസം ട്രെയിനിങ്ങുമാണ്. ട്രെയിനിങ് വരുന്നത് 5 സ്റ്റാർ ഹോട്ടൽസിലായിരിക്കും. അത് കോളേജ് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്ന ഒരു ട്രെയിനിങ് ആണ് അത് വരുന്നത്. പിന്നെ ഫീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫീസിന് മുന്നേ തന്നെ ഞാൻ ഇതിന് എത്ര ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് ഞാൻ പറയാം. 5 ഡിപ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ, അതുപോലെ തന്നെ ഫുഡ് ബിവറേജ് ആൻഡ് സർവീസ്, ഫുഡ് പ്രൊഡക്ഷൻ, ഹൗസ് കീപ്പിംഗ്, ബേക്കറി ആൻഡ് കൺഫെക്ഷണറി. അങ്ങനെ 5 ഡിപ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഫീസ് ഫുഡ് പ്രൊഡക്ഷനും ബേക്കറി ആൻഡ് കൺഫെക്ഷണറി 2 കോഴ്സിന് 35,000 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് ഫീസ് വരുന്നത്. SC/ST കാറ്റഗറിക്കാണെങ്കിൽ ഫീസ് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഗ്രാൻസ് കിട്ടും. അപ്പോൾ എനിക്ക് വേണ്ട ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബേക്കറി ആൻഡ് കൺഫെക്ഷണറി ആയിരുന്നു. അത് കേരളത്തിൽ കളമശ്ശേരിയിലും കണ്ണൂരും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഡൗട്ട്സ് കാണും. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. +2ൽ എത്രയോ പെർസെൻറ്റേജ്, അതായത് ഒരു 60 തോന്നുന്നു, 60% ഒക്കെ ഉള്ള ആൾക്കാർക്ക് സുഖമായിട്ട് ഇത് കിട്ടിപ്പോവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏജ് ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. സോ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് +2 ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് പ്രാക്ടിക്കലും ഉണ്ട്, അതുപോലെ തന്നെ തിയറി ഉണ്ട്. എക്സാം വരുമ്പോഴും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമും ഉണ്ട്, അതുപോലെ തന്നെ തിയറി എക്സാംസും ഉണ്ട്. പിന്നെ ഹോസ്റ്റലാണ് ചോദിച്ചിരിക്കുന്നത്. ഹോസ്റ്റൽ കണ്ണൂർ ജില്ലയിൽ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുണ്ട്. അതായത് ബോയ്സിന് മാത്രമായിട്ട് ഒരു പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ ഉള്ളത് കൊണ്ട് അറിയാലോ, ജനറൽ കാറ്റഗറി അല്ലാതെ SC/ST കാറ്റഗറിയിലുള്ള പിള്ളേർക്ക് ആ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യാവുന്നതാണ്. അവിടെ ഫീസ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. പക്ഷേ ഗേൾസിന് അങ്ങനൊരു സൗകര്യം കണ്ണൂരിലില്ല. അതുകൊണ്ട് തന്നെ ഗേൾസിന് ഹോസ്റ്റൽസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഹോസ്റ്റൽ ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6,000 ആണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു വീടെടുത്തിട്ട് താമസിക്കുകയാണെങ്കിൽ ഒരു 2,000 ഒന്നും വേണ്ടി വരത്തില്ല മാസം. പിന്നെ കറണ്ട് ബില്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 3,000 കൂട്ടിക്കും, എന്നാലും 6,000 ആവത്തില്ല. ഇപ്പം ഞങ്ങൾ തന്നെ ഒരു വീടെടുത്തിട്ടാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ അടുക്കളയിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. അവിടെ പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളിപ്പം നേരത്തെ ഹോസ്റ്റലിലായിരുന്നു, ഒരു 4-5-6 മാസം ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നു. ഇപ്പം ഞങ്ങൾ കുറച്ച് 4 പേര് വീടെടുത്തിട്ട് ഇപ്പോൾ വീട്ടിലാണ് താമസിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് കഴിക്കാൻ വേണമെങ്കിൽ ഹോസ്റ്റലിലൊക്കെ വീടെടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറ്റും. ഓക്കെ. അപ്പം ഹോസ്റ്റലിൽ നിൽക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം, ഇഷ്ടംപോലെ ഹോസ്റ്റലൊക്കെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബോയ്സിൻ്റെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ അത് വരുന്നത് താണയിലാണ്, താണ ജംഗ്ഷൻ. അപ്പം കോളേജിൻ്റെ അവിടെ നിന്ന് ഒരു നടക്കുവാണെങ്കിൽ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഒക്കെ ഉണ്ട് നടക്കുവാണെങ്കിൽ. അടുത്ത് തന്നെയാണ്, അങ്ങനെ ഒത്തിരി ഭയങ്കര ദൂരമായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ പറയുകയാണെങ്കിൽ ബേക്കറിയുടെ സീറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബേക്കറിക്ക് 32 സീറ്റാണ് ഉള്ളത്. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് എത്ര സീറ്റ് ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ. ബേക്കറിയുടെ കാര്യം ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. സബ്ജക്റ്റ് പഠിക്കാൻ എളുപ്പമാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിക്കാൻ വേണ്ടി ഉള്ളത്. എക്യുപ്മെൻറ്റ് ആൻഡ് മെയിൻ്റെനൻസ് ഒരു സബ്ജക്റ്റാണ്. അതുപോലെ ബേക്കറി 1, ബേക്കറി 2 അങ്ങനെ 2 സബ്ജക്റ്റ് ഉണ്ട്, മൊത്തം 3 സബ്ജക്റ്റ്. പിന്നെ ഹൈജീൻ, അങ്ങനെ 4 സബ്ജക്റ്റാണ് ബേക്കറിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പ്രാക്ടിക്കൽ സെക്ഷനിലാണ് നമുക്ക് ബേക്കിംഗ് ആണെങ്കിൽ കുറേ ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ. ഫുഡ് പ്രൊഡക്ഷൻ്റെ ലാബിലാണെങ്കിൽ 200+ ഐറ്റംസ് ആണ് അവരെ പഠിപ്പിക്കുന്നത്. നമുക്കിപ്പോൾ അത്ര ഐറ്റംസ് ഇല്ല, എന്നാലും അത്യാവശ്യം നമുക്കൊരു ബേക്കറിയിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രെഡ്, കേക്ക്, പേസ്ട്രി, പിന്നെ മഫിൻസ്, ബ്രൗണി, ഡോണറ്റ്സ്, ഓക്കെ, അങ്ങനത്തെ ഒരുവിധം സാധനങ്ങളെല്ലാം തന്നെ നമ്മളവിടെ പഠിപ്പിക്കും.
നിങ്ങൾക്ക് ട്രെയിനിങ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 9 മാസം ക്ലാസ് 3 മാസത്തെ ട്രെയിനിങ്ങും ആണെന്ന്. ആ ട്രെയിനിങ് നിങ്ങൾക്ക് വരുന്നത് 5 സ്റ്റാർ ഹോട്ടൽസിലായിരിക്കും. നിങ്ങളുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് കോളേജുകാർ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നൊരു സാധനമാണ്. അത് അവർ ഇൻ്റർവ്യൂ വഴി നമ്മൾ സെലക്ട് ചെയ്ത് അങ്ങനെയാണ് ട്രെയിനിങ്ങിനൊക്കെ നമ്മൾ പോകേണ്ടത്. ഒരു വിധത്തിലുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചോളൂ, ഞാനത് ക്ലിയർ ചെയ്തോളാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ.